എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് തിലതൈലം എന്ന് പറയും, അഥവാ സെസമി ഓയിൽ. തില എന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളാണ്. അപ്പോൾ എള്ള് ആട്ടിയിട്ടുള്ള എണ്ണയാണ്. ഇത് ഞാൻ മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ നമുക്ക് നല്ലത് കറക്റ്റായിട്ടുള്ളത് കിട്ടും. ഈ ബോട്ടിൽസിൽ വരുന്ന ഓരോ ബ്രാൻഡിൻ്റെ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല കൃത്യമായിട്ട്. അപ്പോൾ ഈ തിലതൈലത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആയുർവേദത്തിൽ ഭയങ്കര പ്രധാനമുള്ളൊരു എണ്ണയാണ് കേട്ടോ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓയിൽ പുള്ളിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓയിൽ പുള്ളിങ് ഇൻ മൗത്ത്, അതായത് നമ്മൾ വായയുടെ ഉള്ളിൽ എണ്ണ ഇട്ട് വെക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ മെഡിക്കേറ്റഡ് ഓയിൽ നമ്മൾ വായ ഫുൾ നിറച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതും, അല്ലെങ്കിൽ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിപ്പിക്കുന്നതും ആയിട്ട് രണ്ട് പ്രോസസ്സ് ഉണ്ട്. രണ്ടിനും വ്യത്യസ്തമായ പേരിലാണ് നമ്മൾ പറയുന്നത് ആയുർവേദത്തിൽ. ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഓറൽ ഹെൽത്ത്, ശരീരത്തിൻ്റെ പ്രധാനമായിട്ടും ഓറൽ ഹെൽത്ത് എന്നാണ് പറയുന്നത്, അതായത് വായയുടെ ഉള്ളിലുള്ള ആരോഗ്യം എന്നാണ് പറയുന്നത്. എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്, നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊരു രോഗപ്രതിരോധം കിട്ടും. ഓറൽ ഹെൽത്ത് മാത്രമല്ല, അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ വായ കഴുകുക. ഒരു ലേശം, അപ്പോൾ നമ്മൾ ടാപ്പ് തുറന്നിട്ട് ലേശം വായ ഒന്ന് കഴുകി തുപ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതിലിങ്ങനെ ഇങ്ങനെ ചെറിയ ഹോളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്നൊരു 10-20 തുള്ളി ഓയിൽ നമ്മുടെ വായിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ ഒറ്റിച്ചിട്ട് വായ അങ്ങനെ അടച്ചു പിടിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിൽ നിന്ന് സലൈവറി സെക്രീഷൻസ് ഒക്കെ വന്നിട്ട് തുപ്പൽ വായിൽ നിറയും. അങ്ങനെ നിറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക, വായി നിറയില്ല. അപ്പോൾ നമ്മൾ മെല്ലെ മേലെയും താഴേക്കും രണ്ട് സൈഡിലേക്കുമായിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഈ ഓയിൽ എന്താ പറയുക, രണ്ട് സൈഡും മുകളിലും താഴേക്കായിട്ട് നന്നായിട്ട് ഇതിനെ നമ്മൾ ചലിപ്പിക്കുക. അപ്പോൾ എല്ലാവിടെയും ഇതെത്തും. ചില സമയത്ത് ചിലർക്കെങ്കിലും ഈ കഫം പോലത്തെ ഒരു സാധനം ഉണ്ട പോലെ നമ്മുടെ തൊണ്ടയിൽ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് തുപ്പണമെന്ന് തോന്നും. എങ്ങനെയായാലും ഒരു 10-20 സെക്കൻഡോ ഒരു 30 സെക്കൻഡോ അതങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ തുപ്പിക്കളയാം. അപ്പോൾ നമുക്ക് ചിലർക്ക് ഈ കഫം പോലത്തെ ഒരു ഉണ്ട പോലെ കെട്ടിയത് വരും. അത് വരുന്നത് അത് അങ്ങനെ തുപ്പിക്കളഞ്ഞിട്ട് വായ കഴുകിയിട്ട് നിങ്ങൾ സാധാരണ നമ്മൾ ബ്രഷ് ചെയ്യില്ലേ, അതുപോലെ ബ്രഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെയിലി ഇതൊരു ശീലമാക്കുകയാണെങ്കിൽ ഭയങ്കരമായ രോഗപ്രതിരോധമാണ്. സിമ്പിളല്ലേ, നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരുപാട് കാശൊന്നും കളയാതെ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണിത്. പണ്ട് കാലത്തൊക്കെ ഇത് നിരന്തരം ചെയ്തു വന്നിരുന്നതാണ് ആളുകൾ. പക്ഷേ കാലക്രമേണ നമ്മുടെ രാവിലെ എണീക്കാൻ ഉള്ള ഈ ബിസി ഷെഡ്യൂള്, ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള കിടത്തം, പിന്നെ ഫോൺ നിരന്തരം നോക്കുന്നത്, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഉറക്കമൊക്കെ ഡിസ്റ്റർബ് ആവും. രാവിലെ നമ്മൾ ധൃതി പിടിച്ച് എണീക്കും. പിന്നെ എവിടെ എണ്ണ ഇടാനും ഇതൊക്കെ ചെയ്യാനും നേരം എന്നാണ് എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ 1 മണിക്കൂർ നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടെ സമയം ഉണ്ടാവും. വളരെ സിമ്പിളായിട്ട് ഈ അങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് നമ്മുടെ ബാത്റൂമിൽ വെച്ചാൽ മതി. പല്ല് തേക്കാൻ ബ്രഷൊക്കെ വെക്കണതിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇൻഫർമേഷൻ. താങ്ക് യു.